കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വിവാദ ദേശീയ പൗരത്വ ഭേദഗതി നിയമപ്രകാരം വിദേശത്തു നിന്നെത്തിയ 300 പേർക്ക് ഇന്ത്യൻ പൗരത്വം അനുവദിച്ചു. ഇവരിൽ ഏറെയും പാകിസ്ഥാനിൽ നിന്നുള്ള ഹിന്ദുക്കളാണെന്നാണ് റിപ്പോർട്ട്. മറ്റുള്ളവർ ഏതെല്ലാം രാജ്യക്കാരാണെന്ന് വ്യക്തമായിട്ടില്ല. ഡൽഹി സെൻസസ് ഓപ്പറേഷൻ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള ഉന്നത സമിതി നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് ഇവർക്ക് പൗരത്വം നൽകാൻ തീരുമാനിച്ചത്. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ 14 പേർക്ക് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ല പൗരത്വ സർട്ടിഫിക്കറ്റുകൾ നൽകി. പോർട്ടൽ വഴി അപേക്ഷിച്ചവർക്കാണ് പൗരത്വം അനുവദിച്ചതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പൗരത്വം ലഭിച്ചവരെ ആഭ്യന്തര സെക്രട്ടറി അഭിനന്ദിച്ചു. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് അവസരമില്ലാത്ത പാകിസ്ഥാനിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടിയെന്ന് പൗരത്വം ലഭിച്ച 11ാം ക്ലാസ്സുകാരി ഭാവന പറഞ്ഞു. പൗരത്വം സ്വപ്ന സാക്ഷാത്കാരമാണെന്ന് 14 വർഷമായി ഡൽഹിയിൽ താമസിക്കുന്ന ഹരീഷ് കുമാർ പറഞ്ഞു. 2019 പാർലമെന്റിൽ പാസാക്കിയെങ്കിലും മാർച്ച് 11 നിയമം വിജ്ഞാപനം ചെയ്തത്. മുസ്ലിങ്ങളെ ഒഴിവാക്കിയതാണ് പ്രധാനമായും വിവാദമായത്. എന്നാൽ പീഡിതരായ മുസ്ലിങ്ങൾക്കും ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാമെന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിച്ചിരുന്നു. നിയമം നടപ്പാക്കുന്നതിനെതിരെ മുസ്ലിം ലീഗ് ഉൾപ്പെടെ നൽകിയ ഹർജികളിൽ കോടതി വാദം കേൾക്കാൻ മാറ്റിയിരിക്കുകയാണ്. 236ഓളം ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാരിനെ വിലക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളത്തിന്റേതാണ്. രാജ്യത്ത് CAA നടപ്പാക്കില്ലെന്ന് ആദ്യമായി പ്രഖ്യാപിച്ച സംസ്ഥാനവും കേരളമാണ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി എന്നീ 6 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകാനുള്ളതാണ് ഈ നിയമം. 2014 ഡിസംബർ 31 അതിനു മുമ്പോ ഇന്ത്യയിൽ വന്നവരിൽ നിന്നാണ് പോർട്ടൽ വഴി ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷ സ്വീകരിക്കുന്നത്. 5 വർഷമായി ഇന്ത്യയിൽ താമസിക്കുന്നവർക്കാണ് അർഹത. മുൻപ് ഇത് 11 വർഷമായിരുന്നു. ഈ വിഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യൻ പൗരത്വത്തിനായി ഇതുവരെ 25,000-ലേറെ അപേക്ഷകൾ പോർട്ടലിൽ ലഭിച്ചിട്ടുണ്ട്. 2019 മോദിയുടെ ഹിന്ദു ദേശീയവാദി പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടി ഗവൺമെന്റ് നിയമം നടപ്പിലാക്കിയത് വൻ പ്രതിഷേധങ്ങൾക്കും വിഭാഗീയ അക്രമങ്ങൾക്കും കാരണമായി. അക്രമങ്ങളിൽ ന്യൂഡൽഹിയിൽ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു. പ്രതിഷേധങ്ങൾ വർദ്ധിച്ചതോടെ CAA നടപ്പാക്കുന്നത് വൈകാൻ അധികാരികളെ നിർബന്ധിതരാക്കി. നിയമം മുസ്ലിങ്ങളോട് വിവേചനം കാണിക്കുകയും രാജ്യത്തിന്റെ മതേതര ഭരണഘടനയ്ക്ക് എതിരാണെന്നുമാണ് മുസ്ലിം ഗ്രൂപ്പുകളും പ്രതിപക്ഷ പാർട്ടികളും അവകാശ പ്രവർത്തകരും പറയുന്നത്. ബുദ്ധമത ഭൂരിപക്ഷമുള്ള ശ്രീലങ്കയിൽ നിന്ന് മ്യാൻമാറിൽ നിന്നും പലായനം ചെയ്യുന്ന മുസ്ലിങ്ങളെ എന്തുകൊണ്ട് അതിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നും ചിലർ ചോദിക്കുന്നു. കിഴക്ക് ആസാം പോലുള്ള സംസ്ഥാനങ്ങളിൽ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റം വർദ്ധിക്കുന്നതിനെക്കുറിച്ച് CAA ആശങ്കകൾ സൃഷ്ടിച്ചു. മറുവശത്ത് ആസാമിലെയും പശ്ചിമ ബംഗാളിലെയും മുസ്ലിങ്ങളെ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരായി പ്രഖ്യാപിക്കാനും അവരുടെ പൗരത്വം എടുത്തുകളയാനും നിയമവും നിർദ്ദിഷ്ട ദേശീയ പൗരത്വ രജിസ്റ്ററും സംയോജിപ്പിച്ച് ഉപയോഗിക്കുമെന്ന് ഭയപ്പെടുന്നു. ചില പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ നിയമനിർമ്മാണത്തെ വർഗീയവും ഭിന്നിപ്പിക്കുന്നതും എന്ന് വിശേഷിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.